ആ നിർത്തിക്കോ. 20. ആ എന്നാ എന്റെ ഈശ്വര, സാലിയും സോണി ഈ കാലമാടന്മാര് ചത്തില്ലേ? ദൈവത്തെ ഓർത്ത് പഞ്ഞിക്കിടരുത്, വയ്യാഞ്ഞിട്ടാ. അങ്ങോട്ട് മാറിയിടാ. എടേ, നിന്റെ ആ വൃത്തികെട്ട തള്ള നാളെ ജയിലിൽ നിന്ന് ഇറങ്ങുമല്ലേ? സാലിപ്പാപ്പ, അമ്മയൊന്നും ചെയ്യരുത്. നിന്റെ അച്ഛനെ അവള് കൊന്നത്. നിന്റെ അച്ഛനെന്ന് പറഞ്ഞാ ഞങ്ങളുടെ ചേട്ടനായിരുന്നു. തുണ്ടം തുണ്ടായിട്ട് അവൾ അയാളെ വെട്ടിക്കേറിയത്. എന്നിട്ട് അവളെ ഞങ്ങൾ വെറുതെ വിടണം അല്ലേ? ഇതെന്താടി ഈ കവറില്? അത് അരിയും മലക്കറിയൊക്കെയാ. പായസക്കിറ്റൊക്കെ ഉണ്ടല്ലോടാ. വരുന്നവർക്ക് സദ്യ ഒരുക്കാനായിരിക്കും അല്ലടാ? നീയൊക്കെ അങ്ങ് സദ്യ ഒരുക്കിക്കോ, പക്ഷേ അത് കഴിക്കാനുള്ള യോഗം അവൾക്കുണ്ടാവില്ല. ചത്തുപോയവരാരും സ്വന്തം അടിയന്തരം ഉണ്ട ചരിത്രം ഇല്ലല്ലോ. നിങ്ങൾ എന്തൊരു ദുഷ്ടന്മാരാ. നിങ്ങൾ കാരണം എന്റെ അച്ഛൻ നശിച്ചു പോയത്. ഇപ്പൊ എന്റെ അമ്മയും കൊല്ലാൻ നടക്കുക. അമ്മ മാത്രമല്ല, എന്നെയും കൂടെ അങ്ങ് കൊല്ല്. എന്തിനാ എങ്ങനെ ഇട്ട് നരകിപ്പിക്കുന്നത്? സോണി വേണ്ട, നീ ചെന്ന് വണ്ടി കയറ്, പോടാ. പാപ്പ, എന്റെ അമ്മയൊന്നും ചെയ്യരുത്. മോളെ, ഇത് പാകെ പ്രശ്നമാവൂലോ. നാളെ 2 ചെറുത്താന്മാരും ജയിലിന്റെ മുമ്പിൽ കാണും. കൈ കിട്ടിയ ചേച്ചിനെ അവര് കൊല്ലുകയും ചെയ്യും. ഇനിയിപ്പോ എന്താ ചെയ്യാ? സഹായിക്കാൻ ആരൊന്ന് വിളിക്കുക? മോള് വാ. ഞാൻ പറഞ്ഞിരുന്നില്ലേ സുമംഗലെ, അരവിന്ദൻ തിരിച്ചു വരുമെന്ന്. ഇപ്പൊ അതുപോലെ തന്നെ നടന്നില്ലേ? അമ്മയുടെ തീരുമാനത്തിന് യാതൊരു മാറ്റവും വന്നിട്ടില്ല. പിന്നെന്തിനാ ഇപ്പൊ അരവിന്ദേട്ടൻ ഇങ്ങോട്ട് വന്നത്? അവൻ അവന്റെ അമ്മയെ കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട്. എടീ, നിന്റെ ഭർത്താവ് ആകുന്നതിന് മുമ്പ് ഇവൻ സുമംഗലയുടെ മകനാ. അവൻ അവന്റെ അമ്മയും വീടും ഒന്നും വിട്ട് അധിക ദിവസം നിൽക്കാൻ പറ്റില്ല. നിങ്ങൾ അമ്മയും മകനും എന്താ ഒന്നും മിണ്ടാത്തത്? സുമംഗലെ, അവന് നിന്നോട് സംസാരിക്കാൻ നാണക്കേടുണ്ടാവും. സ്വന്തം ഇഷ്ടത്തിന് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയതല്ലേ. ആ തെറ്റ് നീ ക്ഷമിച്ചു എന്ന് പറഞ്ഞാൽ തന്നെ അതവന് വലിയ ആശ്വാസമാവും. ക്ഷമ ചോദിക്കാനല്ല ഞാൻ തിരിച്ചു വന്നത്. ചെയ്തതൊന്നും തെറ്റായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നുമില്ല. അരവിന്ദ, ഞങ്ങളുടെ തീരുമാനത്തെ അംഗീകരിച്ച് അമ്മ എന്നെ തിരിച്ചു വിളിക്കുമെന്ന് ഞാൻ കരുതിയത്. അതുണ്ടായില്ല. അപ്പൊ അതിന്റെ അർത്ഥം സ്വന്തം തീരുമാനത്തിൽ നിന്ന് അണുവിട അമ്മ മാറിയിട്ടില്ലെന്ന്. ആ സ്ഥിതിക്ക് ഞാനും ചില വ്യക്തമായ തീരുമാനങ്ങൾ എടുക്കണമല്ലോ. അതിനു വേണ്ടിയാ ഞാനിപ്പോ ഇങ്ങോട്ട് വന്നത്. നിനക്ക് നിന്റെ ഇഷ്ടത്തിന് എന്തും തീരുമാനിക്കാം, അമ്മ തടയില്ല. ഞാൻ മൈഥിലിയെ കൂട്ടിക്കൊണ്ടു പോകാൻ വേണ്ടി വന്നതാ. എങ്ങോട്ട്? എങ്ങോട്ടെങ്കിലും. ഇനി ഏതായാലും നമ്മൾ അഴകത്ത് താമസിക്കുന്നില്ല. ഇന്ന് നമ്മള് ഇവിടെ നിറങ്ങുക. എടുക്കാനുള്ളത് എന്തൊക്കെയാന്ന് വെച്ചാ പോയി എടുത്തോ. അരവിന്ദേട്ടാ, പോയി എടുക്കാൻ പോ. നീ ഏതായാലും ഇന്ന് തന്നെ ഇങ്ങോട്ട് വന്നത് നന്നായി. എന്നെ നിങ്ങളെ സംബന്ധിച്ച് ഇന്നത്തെ ദിവസത്തിന് വലിയൊരു പ്രാധാന്യമുണ്ട്. ഇന്ന് ലീലാമ്മ ജയിലിൽ നിന്നും ഇറങ്ങാണ്. അവിടുന്ന് അവര് നേരെ അഴകത്തേക്കായിരിക്കും വരിക. ലീലാമ്മ വന്നിട്ട് പോകുന്നതുവരെ എന്റെ മക്കളാരും ഈ വീട് വിട്ടു പോവാൻ പാടില്ല.
ലീലാമ്മ ഇരിക്ക്. വേണ്ട സാറേ. ഒരു നിമിഷത്തെ ഒരു തോന്നലാ ലീലാമ്മ പലരെയും ഇതിനുള്ളിൽ എത്തിക്കുന്നത്. അന്നൊരു പക്ഷേ ഒരിക്കൽ കൂടി ഒന്ന് ചിന്തിച്ചിരുന്നെങ്കിൽ 10-12 വർഷങ്ങൾ ലീലാമ്മയ്ക്ക് നഷ്ടപ്പെടില്ലായിരുന്നു. അങ്ങനെ തോന്നുന്നില്ലേ ഇപ്പം? ഇല്ല, ഞാനത് ചെയ്യാൻ കുറച്ചു വൈകിപ്പോയി എന്നുള്ള തോന്നൽ മാത്രമേ എനിക്കുള്ളൂ. കുറച്ചുകൂടി നേരത്തെ അതാകാമായിരുന്നു. അന്ന് 2 വഴി എൻ്റെ മുമ്പിൽ ഉണ്ടായിരുന്നുള്ളൂ. ഒന്നുകിൽ അയാളെ കൊല്ലുക, അല്ലെങ്കിൽ ഞാൻ ആത്മഹത്യ ചെയ്യുക. ഞാനില്ലാതായാൽ പിന്നെ എൻ്റെ ദേവുവിൻ്റെ ഉത്തരവാദിത്വം ആരേറ്റെടുക്കും? സ്വന്തം മോളാണെന്നൊന്നും ഓർക്കില്ല. അത്രയ്ക്ക് വൃത്തികെട്ടവനാ. അങ്ങനെ ഒരുത്തിനെ കൊല്ലുന്നത് തന്നെയല്ലേ ഞാൻ ആത്മഹത്യ ചെയ്യുന്നതിനേക്കാൾ നല്ലത്. അതേ ഞാൻ ചെയ്തുള്ളൂ. ഇതുവരെ ഉള്ളതൊക്കെ എന്തോ ആവട്ടെ, അതൊക്കെ ചിക്കി ചികഞ്ഞെടുത്തിട്ട് പ്രത്യേകിച്ച് ഒരു ഗുണമില്ല. ഇനി ഒരിക്കലും ഇങ്ങോട്ട് വരാനുള്ള സാഹചര്യം ഉണ്ടാവരുത്. ഇവിടുന്ന് പോകുന്ന എല്ലാവരോടും ഞാൻ ഇത് തന്നെ പറയാറുള്ളത്. ഇല്ല സാറേ, അധികം താമസിക്കാതെ തന്നെ ഞാൻ ഇങ്ങോട്ട് തന്നെ തിരിച്ചു വരും. ഒന്നുകിൽ എനിക്കെൻ്റെ മകനെ തിരിച്ചു കിട്ടണം, അല്ലെങ്കിൽ എനിക്ക് അവകാശപ്പെട്ട മുതൽ തിരിച്ചു തന്നിരിക്കുമെന്ന് സത്യം ചെയ്തു തന്ന അഴകത്തമ്മയുടെ പ്രാണൻ എനിക്ക് വേണം. ഇതിൽ രണ്ടിലേതെങ്കിലും ഒന്ന് ലീലാമ്മയ്ക്ക് കിട്ടിയിരിക്കണം. ഞാൻ പോയിട്ട് വരാം സാറേ. അനന്തു എന്തായി ചെയ്യുന്നത്? എന്താന്ന് നിനക്ക് കണ്ടൂടെ? ഇപ്പൊ ഈ ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യേണ്ട ആവശ്യം എന്താ? അനന്തു എവിടേക്കെങ്കിലും പോകുന്നുണ്ടോ? അതെ, പോകുന്നുണ്ട്. പക്ഷെ പോകുന്നത് ഞാൻ തനിച്ചല്ല, നമ്മൾ ഒരുമിച്ചാ. പെട്ടെന്ന് അങ്ങനെ എല്ലാം വാരിക്കെട്ടി ഇവിടെ നിന്ന് ഇറങ്ങി പോവേണ്ട കാര്യം എന്താ? അല്ലെങ്കിൽ തന്നെ എങ്ങോട്ടായി ഇറങ്ങി പോകുന്നേ? എങ്ങോട്ടെങ്കിലും. ഇനി ഒരു നിമിഷം ഞാൻ അഴകത്ത് നിൽക്കില്ല. ലീലാമ്മയുടെ ഒപ്പം അവരുടെ മകനായിട്ട് അഴകത്ത് വീടിന്റെ പടി ഇറങ്ങാൻ എനിക്ക് സൗകര്യപ്പെടില്ല. അവരെ പേടിച്ചോടിയാ അനന്ത് എവിടം വരെ ഓടും? ഈ ലോകത്തിന്റെ ഏത് കോണിൽ പോയി ഒളിച്ചാലും ലീലാമ്മ അനന്തുവിനെ കണ്ടെത്തും, കൂടെ കൊണ്ടുപോവുകയും ചെയ്യും. അതിന് ഞാനും കൂടെ തയ്യാറാവണ്ടേ? ലീലാമ്മ അനന്തുവിന്റെ പേര് പറഞ്ഞു കഴിയുന്ന അടുത്ത നിമിഷം അനന്തുവിന് അഴകത്ത് വീട്ടിലുള്ള എല്ലാ സ്ഥാനങ്ങളും നഷ്ടപ്പെടും. പിന്നെ ജീവിതാവസാനം വരെ നിങ്ങൾ ലീലാമ്മയുടെ മകനാ, അഴകത്തമ്മയുടെ ദത്തുപുത്രനും. ഞാൻ അഴകത്തമ്മയുടെ മകനാ, അഴകത്തമ്മ പ്രസവിച്ച മകൻ. ഇനി ഒരിക്കൽ കൂടി ലീലാമ്മയാണ് എന്റെ അമ്മ എന്നെങ്ങാനും നീ പറഞ്ഞ നിന്റെ ചെകിടടിച്ച് ഞാൻ പൊട്ടിക്കും. അത് തന്നെയാ വേണ്ടത്. ചെകിട അടിച്ച് പൊട്ടിക്കണം. പക്ഷേ അതെന്റേതല്ല, ലീലാമ്മയുടെ. എന്താ അതിനുള്ള ഗട്സ് അനന്തുവിനുണ്ടോ? 3-ാം വയസ്സിൽ നഷ്ടപ്പെട്ടു പോയ മകനെ അന്വേഷിച്ചു വരുന്ന ലീലാമ്മയെ അഴകത്ത് നിന്നും തല്ലി ഇറക്കണം. അങ്ങനെ ചെയ്ത പിന്നീട് ഒരിക്കലും അഴകത്ത് വീടിന്റെ പടി ചവിട്ടാനുള്ള ധൈര്യം അവർക്കുണ്ടാവില്ല. അവരെ തല്ലുക എന്നൊക്കെ പറഞ്ഞ തല്ലണം. അഴകത്തെ മുറ്റത്തിട്ട് പട്ടിയെ തല്ലുന്നത് പോലെ അവരെ തല്ലണം. മകനെ അന്വേഷിച്ച് മേലിൽ ഈ വീട്ടിലേക്ക് വരില്ല എന്ന് അവരെ കൊണ്ട് സമ്മതിപ്പിക്കണം. അതിനവര് സമ്മതിച്ചില്ലെങ്കിൽ പെട്രോൾ ഒഴിച്ച് അവരെ പച്ചയ്ക്കങ്ങ് കത്തിക്ക്. അഴകത്തമ്മയുടെ മുന്നിൽ കിടന്ന് ആ സ്ത്രീ വെന്തങ്ങ് തീരട്ടെ. ദാ പെട്രോൾ. ലീലാമ്മയ്ക്ക് വേണ്ടി തന്നെയാ ഞാനിത് വാങ്ങിയത്. അനന്തുവിന് ചങ്കുറപ്പുണ്ടെങ്കിൽ ഇതുകൊണ്ട് അവരെ അങ്ങ് അവസാനിപ്പിക്ക്.
നീ ഇങ്ങനെ മുഖം വീർപ്പിച്ചിരിക്കാതെ എന്നോട് എന്തെങ്കിലും ഒന്ന് സംസാരിക്കും. എനിക്കൊന്നും പറയാനില്ല. പറയാനുള്ളതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടല്ലോ. എന്നിട്ട് അരവിന്ദേട്ടൻ അത് കേൾക്കുകയോ അനുസരിക്കുകയോ യാതൊന്നും ചെയ്തിട്ടില്ലല്ലോ. എടീ, നിന്നെ കാണാതിരിക്കാൻ പറ്റത്തോണ്ടോ തിരിച്ചു വന്നത്? അയ്യടാ, എന്നെയല്ല, അമ്മയെ കാണാതിരിക്കാൻ അരവിന്ദേട്ടന് പറ്റത്തില്ല. അങ്ങനെ പറ. എന്തേ, ഒന്നും പറയാനില്ലേ? അരവിന്ദേട്ടൻ ഈ കാണിക്കുന്ന സ്നേഹത്തിന്റെ പകുതിയെങ്കിലും അമ്മ ഇങ്ങോട്ട് തിരിച്ചു കാണിക്കാറുണ്ടോ? മൈഥിലി, എന്റെ അമ്മയ്ക്ക് എന്നോട് സ്നേഹമില്ലെന്ന് മാത്രം പറയരുത്. ഞങ്ങൾ മക്കളെന്ന് വെച്ചാ അമ്മയ്ക്ക് ജീവനാ. അതുകൊണ്ടാ ആ അമ്മയെ പിരിയേണ്ടി വരുമ്പോ ഞങ്ങളുടെയൊക്കെ മനസ്സ് വേദനിക്കുന്നത്. ഇതൊന്നും നിനക്ക് പറഞ്ഞാൽ മനസ്സിലാവത്തൂല്ല. ഇല്ല, എനിക്കിതൊന്നും മനസ്സിലാവത്തില്ല. മക്കളെ ജീവന് തുല്യ സ്നേഹിക്കുന്ന മറ്റൊരമ്മയും ഇന്നിവിടേക്ക് വരും. അവരോട് അരവിന്ദേട്ടന്റെ അമ്മ എന്തു പറയും? ഓ, പറഞ്ഞ പോലെ അരവിന്ദേട്ടന്റെ അമ്മ എന്ന് പറയാൻ പറ്റില്ലല്ലോ അല്ലേ? ദേ, ആ ലീലാമ്മ വരുമ്പോ എന്ത് തീരുമാനം എടുക്കുമെന്നാ ചോദിച്ചേ. ലീലാമ്മ അഴകത്ത് വന്നാലല്ലോ പ്രശ്നം. അവര് വന്നില്ലെങ്കിലോ? എന്താ അരവിന്ദേട്ടൻ പറഞ്ഞത്? ലീലാമ്മ അഴകത്ത് വന്നില്ലെങ്കിലോ എന്ന്. അവര് വന്നില്ലെങ്കിൽ അവര് വരും, ഉറപ്പായിട്ടും അവര് വരും. ഇല്ല, അഴകത്തേക്ക് വരാൻ അവർക്ക് പറ്റത്തില്ല. അവരുടെ വരവിനായി അഴകത്തുകാരെ പോലെ കാത്തിരിക്കുന്ന മറ്റു ചിലർ പുറത്തുണ്ട്. അവരുടെ സഹായം നമുക്കുണ്ടാവും. അത് പറഞ്ഞുറപ്പിച്ചിട്ട് തന്നെയാ അരവിന്ദൻ അഴകത്തേക്ക് തിരിച്ചു വന്നത്. അതെന്താ? എടാ സോണി, ഓ, നമ്മൾ നമ്മുടെ ചേട്ടത്തിയെ കണ്ടിട്ട് ഇപ്പൊ 7 വർഷമായല്ലോടാ? 8 അല്ല ചായ, 9 വർഷം തികച്ചായി. അന്ന് മുതൽ ഈ ഒരു ദിവസത്തിന് വേണ്ടി നമ്മൾ കാത്തിരിക്കുമല്ലേ? ചേട്ടത്തി അതിൽ നാട്ടിലേക്കല്ലയോ പോന്നേ? ഞങ്ങൾ കൊണ്ടാക്കാം. വെറുതെ ബസ്സിൽ പോയി ബുദ്ധിമുട്ടണ്ട, അല്ലയോടാ സോണി? പിന്നെ അല്ലാതെ, നമ്മൾ വന്നിരിക്കുന്നത് അതിന് തന്നെയല്ലേ? ഉപദ്രവിക്കരുത്, എന്നെ ജീവിക്കാൻ വിട്. ഒരുപാട് കാര്യങ്ങൾ എനിക്ക് ചെയ്തു തീർക്കാനുണ്ട്. ഞങ്ങളുടെ ചേട്ടായിയെ കൊന്ന നിന്നെ ജീവിക്കാൻ വിടാനോ? അങ്ങനെ ചെയ്താ പിന്നെ ഞാനും ഇവനൊക്കെ മീശം വെച്ച് ആണെന്ന് പറഞ്ഞിടത്തത് എന്താണ് ഈ കാര്യം? നിന്നെ ഞങ്ങളിപ്പോ ഈ നിമിഷം ഇവിടെ ഇട്ടങ്ങ് തീർക്കുക. ആരെയും പേടിക്കാതെ നീ 9 വർഷം ജയിലിൽ സുഖമായി ജീവിച്ചില്ലേ? അത് മതി. ആർക്കാണ് എന്റെ ജീവൻ വേണ്ടത്? ശരിയാ, നിന്റെയൊക്കെ ചേട്ടനെ ഞാൻ വെട്ടി തുണ്ടാക്കി. ഒരു പെണ്ണിനോട് ചെയ്യാൻ പാടില്ലാത്തതാ ആ നാറി എന്റെ അടുത്ത് ചെയ്തത്. അതുകൊണ്ടാ ഞാൻ അവനെ വെട്ടിക്കീറിയത്. നിനക്കൊക്കെ അതിന് പകരം ചോദിക്കണമെങ്കിൽ വാടാ. പക്ഷേ എന്റെ ജീവൻ പോകുന്നതിന് മുമ്പ് നിങ്ങളിൽ ഒരുത്തന്റെ ജീവൻ എടുക്കും ഞാൻ. എന്നിട്ട് ലീലാമ്മ ചാകൂ. വാടാ, വാടാ, തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ വാടാ. എന്താ ഇത്? എന്തിനാ നിങ്ങൾ ഇവരെ ഉപദ്രവിക്കാൻ ഓടിച്ചത്? പീഡന ശ്രമമാണോ അതോ കൊലപാതക ശ്രമോ?
കൊലപാതക ശ്രമമല്ല, കൊലപാതകം. ദാ ഇവളെ ഞങ്ങളങ്ങ് കൊല്ലാൻ പോവാ. ഓ, കണ്ടു നിൽക്കാനത്ര രസമുള്ള കാഴ്ചയല്ലല്ലോ അത്. അതുകൊണ്ട് കൊച്ചു പൊയ്ക്കോ. ഏതായാലും വന്ന് പെട്ടുപോയില്ലേ ചേട്ടായി. ഇനി എന്തായാലും ഇതിനൊരു തീരുമാനമായിട്ടേ പോകുന്നുള്ളൂ. ഒരു തീരുമാനവും ഇല്ല. നീ നിന്റെ വഴിക്ക് പോടി. ഇവളെ ഞങ്ങളങ്ങ് കൊണ്ടുപോവാ. നീ ഒന്നും കണ്ടിട്ടുമില്ല, അറിഞ്ഞിട്ടുമില്ല. ഇവിടെ ഇങ്ങോട്ട് വരാ. വിട്ടേക്ക്. കണ്ടാ തന്നെ അറിയാം ഇതൊരു പാവ സ്ത്രീയാണെന്ന്. നിങ്ങളുടെ പ്രശ്നം എന്തായാലും നമുക്കൊന്നിരുന്ന് സംസാരിച്ച് രമ്യതയിലെത്തിക്കാം. കടന്ന് പോയോട്ടാ. എടാ അവളുടെ പ്രസംഗം കേട്ടിരിക്കാത്ത മുഖം അടിച്ച് പൊട്ടിക്കടാ. പറയോട്ടെ. പേട്ടക്കാരടി. വിടറ അവരെ. ഇറങ്ങ. ഇനിയും നിനക്കൊക്കെ ഇവരെ കൊല്ലണോ? എങ്കിൽ ഇറങ്ങി വാ. ഒന്നും ഇവിടം കൊണ്ട് അവസാനിച്ചെന്ന് വിചാരിക്കണ്ടേ. നീ എവിടെ പോയാലും നിന്റെ പുറകെ തന്നെ ഞങ്ങൾ ഉണ്ടാവും. അതോർത്തോ നീയാ. ഒന്ന് പോടാ. നടക്ക്. വണ്ടി എടുത്തോണ്ട് പോടാ. കേറിക്കോ. കൃത്യസമയത്ത് മോള് വന്നതുകൊണ്ടാ എന്റെ ജീവൻ തിരിച്ചു കിട്ടിയത്. ഇല്ലേ അവരെന്നെ കൊന്നേനെ. ലീലാമ്മ ആരും ഒന്നും ചെയ്യില്ല. മോൾക്ക് എങ്ങനെ എന്റെ പേര് മനസ്സിലായി? എന്നെ എങ്ങനെ പരിചയം? മോൾ ആരാ? ആ പറയാം. ഞാൻ ആരാണെന്ന് ഇപ്പൊ മനസ്സിലായോ? നിവേദിത, അതാ എന്റെ പേര്. SP, അതായത് സൂപ്രണ്ട് ഓഫ് പോലീസ്. നിങ്ങളെ ആക്രമിച്ചവരാരാ? അവരെ മുൻപരിചയമുണ്ടോ? എനിക്ക് അവരെ യാതൊരു പരിചയമില്ല. ഒരു പരിചയമില്ലേ? ഇല്ല. അവർ നിങ്ങളുടെ ഭർത്താവിന്റെ അനിയന്മാരല്ലേ? എന്നിട്ട് അവരെ നിങ്ങൾക്ക് പരിചയമില്ലെന്ന് പറഞ്ഞാൽ ഞാനത് വിശ്വസിക്കണോ? ഞാനവിടെ വെറുതെ വന്നൊന്നുമല്ല. കൃത്യസമയത്ത് തന്നെ ഞാനവിടെ എത്തിയത് ഒരു യാദൃച്ഛിക സംഭവമായിട്ട് നിങ്ങൾ കണക്ക് കൂട്ടണ്ട. അഴകത്തുകാർ നിങ്ങളെ എന്തെങ്കിലും ചെയ്തേക്കുമോ എന്നുള്ള ഭയം എനിക്കുണ്ടായിരുന്നു. ഇന്നത്തെ ഈ ദിവസം അവരെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായകമാണല്ലോ. എന്റെ കാര്യങ്ങളൊക്കെ ഇത്ര കൃത്യമായിട്ട് സാറിന് എങ്ങനെ അറിയാം? ഞാൻ അഴകത്തേക്ക് പോകുന്ന കാര്യം സാറിനോട് ആരാ പറഞ്ഞത്? ജയിൽ സൂപ്രണ്ടാണോ? ലീലാമ്മേ, ജയിലിൽ നിങ്ങളെ ആരൊക്കെ കാണാൻ വന്നിട്ടുണ്ടെന്നും അവരൊക്കെ നിങ്ങളോട് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ടെന്നും നിങ്ങളുടെ വരവിനെ ആരൊക്കെ ഭയക്കുന്നുണ്ടെന്നും അങ്ങനെ നിങ്ങളെ സംബന്ധിക്കുന്നതെല്ലാം എനിക്കറിയാം. എന്തിനാ സാർ ഇതൊക്കെ തിരക്കി എറിഞ്ഞത്? അഴകത്തുകാരും സാറുമായിട്ട് എന്ത് ബന്ധമുള്ളത്? വലിയ മോശമല്ലാത്തൊരു ബന്ധം അഴകത്തൊരാളുമായിട്ട് എനിക്കുണ്ടെന്ന് വെച്ചോ. ഇതിലൊരു ഒപ്പിട്. ഇതൊരു പരാതിയാ. അഴകത്തുകാർ വിട്ട ഗുണ്ടകളാണ് നിങ്ങളെ ആക്രമിച്ചതെന്നാണ് ഈ പരാതിയിൽ എഴുതിയിരിക്കുന്നത്. ഒപ്പിട്ടോ? ഇല്ല,
ഞാൻ ഇതിൽ ഒപ്പിടില്ല. അവരുടെ കയ്യിൽ നിന്നും സാർ എന്നെ രക്ഷിച്ചതിന് ഒരുപാട് നന്ദിയുണ്ട്. ദയവ് ചെയ്ത് എന്നെ എന്റെ വഴിക്ക് വിട്ടേക്കണം. ശരി, നിങ്ങൾക്ക് പരാതിയില്ലെങ്കിൽ വേണ്ട. പക്ഷേ ഞാൻ ഈ പേപ്പർ സൂക്ഷിച്ചു വെക്കും. അധികം താമസിയാതെ ലീലാമ്മ ഇതിൽ ഒപ്പിടും. അതെനിക്കുറപ്പാ. പൊയ്ക്കോളൂ. ലീലാമ്മേ, അഴകത്തുകാർക്കെതിരെ നിങ്ങളെ ഞാൻ ഉപയോഗിക്കും. ഇന്നല്ലെങ്കിൽ നാളെ സഹായവും ചോദിച്ചുകൊണ്ട് നിങ്ങൾ എന്നെ തേടി വരും.